ആഹാ, രാവിലെ തന്നെ നല്ല ചൂട് ചായ. നല്ല ചായ. ശ്യാമേ, നല്ല ഉഗ്രൻ ചായ അല്ലേ ഏട്ടാ? ശ്യാമേ, ഇതുപോലൊരു ചായ കൂടി എനിക്ക് വേണം. ആ, ഇപ്പൊ തന്നെ കൊണ്ടുവരാട്ടാ. ഒരു വേല ഞാനിപ്പോ കാണിച്ചു തരാം. വാ. എന്താ കൊള്ളാമോ? നല്ല ഐഡിയ. കൊള്ളാം. ആ, ഇങ്ങതാ. വാടാ. നന്നായിട്ടുണ്ട്. ശ്യാമേ, നല്ലൊരു തമാശ കാണിച്ചു തരാം. തമാശയോ? ആ, വെയിറ്റ് ചെയ്യ്. ഏട്ടാ, അമ്മ വാഷ്റൂമിലാ. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ്. ഇതെന്താ പതിവില്ലാതെ 3 പേരും കൂടി രാവിലെ തന്നെ? അമ്മേ, അമൃത ഇവിടെ ഇല്ലല്ലോ, അവള് വീട്ടിൽ പോയിരിക്കല്ലേ. അമ്മയ്ക്കുള്ള ചായ. ആഹാ, അത് ശരി. 3 പേരും കൂടി ജോഗിങ് കഴിഞ്ഞു വന്ന് അടുക്കളയിലും കയറിയല്ലേ? അത് നല്ലതാ. ഭാര്യമാരെന്തെങ്കിലും അത്യാവശ്യത്തിന് പോയാ ഒരു ചായയെങ്കിലും തനിയെ ഇട്ട് കുടിക്കാൻ പഠിക്കണം. അല്ല, അതിരിക്കട്ടെ, അമ്മ ചായ കുടിച്ചിട്ടൊന്ന് പറയേ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ടമ്മേ? ഒന്നാന്തരം ചായ. എന്താ ടേസ്റ്റ്? ഇങ്ങനത്തെ ചായ ഉണ്ടാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പഠിപ്പിച്ചു കൊടുക്ക. ആ, ഈ ചായ കുടിച്ചപ്പോ ഞങ്ങൾക്കും അങ്ങനെ തോന്നി, നല്ല ബെസ്റ്റ് ചായയാണെന്ന്. അതാ അമ്മയ്ക്ക് കൊണ്ടു തന്നത്. അമ്മ മിക്ക ദിവസം ഉണർന്നു കഴിഞ്ഞാൽ കുടിക്കുന്നത് അപ്പച്ച ഉണ്ടാക്കി തരുന്ന വാട്ടച്ചായയല്ലേ. എന്നാ ഇതൊന്ന് കുടിപ്പിച്ചേക്കാന്ന് ഞങ്ങൾക്ക് തോന്നി. ചായ നല്ലതല്ലേ അമ്മേ? ആ, ചായ ഉഗ്രനാ. നിങ്ങൾ ആരാ ഇതുണ്ടാക്കിയേ? അത് ഞങ്ങള് 3 പേരും അല്ല ഈ ചായ ഉണ്ടാക്കിയത്. പിന്നെ സത്യം പറഞ്ഞേക്കേട്ടാ. അമ്മേ, അതെ, ശ്യാമ ഉണ്ടാക്കിയത് ഈ ചായ. അമ്മേ,
അമ്മേ എന്താ അമ്മേ ഇത്? അമ്മേ എന്നെ ചതിക്കായിരുന്നല്ലേ നിങ്ങളെല്ലാരും കൂടെ? അമ്മേ ഞങ്ങൾ മക്കളുണ്ടാക്കിയ ചായയാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്കത് കുടിക്കാം. ചായക്ക് നല്ല ടേസ്റ്റും. ചായ ശ്യാമ ഉണ്ടാക്കിയതാണെന്ന് അറിഞ്ഞപ്പോ അത് കൊള്ളില്ല. അമ്മ കുടിച്ചു പോയത് വൊമിറ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ നേരെയാണല്ലേ ഈ വക പരീക്ഷണങ്ങൾ? അയ്യോ അമ്മ, അയ്യോ അമ്മേ, ഇത് പരീക്ഷണമൊന്നും അല്ല അമ്മേ. അമ്മയുടെ മാനസികാവസ്ഥ മാറിയൊന്ന് ഞങ്ങളൊന്ന് നോക്കിയതാ. അവളുടെ കാര്യത്തിൽ എന്റെ മാനസികാവസ്ഥയൊന്നും മാറിയിട്ടില്ല. ഞാൻ അവളെ എന്റെ അഖിയുടെ ഭാര്യയായിട്ട് ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഞാൻ എന്റെ മക്കള് സ്നേഹത്തോടെ കൊണ്ടുവന്ന ചായയാണെന്ന് കരുതി കുടിച്ചു. എനിക്കതിന് രുചി തോന്നിയത് ഞാൻ നിങ്ങളുടെ അമ്മയായതുകൊണ്ടാ. ശ്യാമ അമ്മയുടെ മകന്റെ ഭാര്യ. കല്യാണവും കഴിഞ്ഞ് അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നതാ, എനിക്കിത്തരം ഒരു പെണ്ണിനെ എന്റെ മകന്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ സാധിക്കില്ല എന്ന്. എനിക്കതിനുള്ള വിശാല മനസ്കതയൊന്നുമില്ല. അമ്മേ, അമ്മയ്ക്ക് വിശാല മനസ്സൊന്നും വേണ്ട. മനസ്സുണ്ടാവണം, നല്ല മനസ്സ്. അമ്മേ, ആ നല്ല മനസ്സോടെ അമ്മ ശ്യാമയെ സ്നേഹിക്കണം, അംഗീകരിക്കണം. ആ ഒരു മരുമകൾ അമ്മയ്ക്ക് എന്നും ഉണ്ടാവും, അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾ എല്ലാരും കൂടി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. വേണ്ടമ്മേ, അമ്മ ശ്യാമയെ അംഗീകരിക്കൊന്നും വേണ്ട. അമ്മായിയമ്മയുടെ അംഗീകാരം ഇല്ലാതെ ലോകത്ത് എത്ര മരുമക്കൾ ജീവിക്കുന്നു, അതിലൊരുവളായി ശ്യാമയും ജീവിക്കും. എന്നുവെച്ച് എനിക്ക് എന്റെ അമ്മയോട് സ്നേഹമൊന്നും കുറയില്ല. പക്ഷേ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഉള്ളിൽ ദൈവത്തെ പോലെയായിരുന്നു, ഒരു വിഗ്രഹമായിരുന്നു. അതൊന്ന് ഉടഞ്ഞു. എടാ, അമ്മേ, എടി വിസ്മയേ, മമ്മി, ഇത് ഞാൻ വിചാരിച്ചത് തന്നെ. വിഷമിക്കാതെ, ഈ മമ്മിയല്ലേ കൂടെയുള്ളത്. ഞാൻ ഇപ്പൊ വഴിയുണ്ടാക്കി തരാം. ഹലോ, ഞാൻ പ്രശസ്ത സംഗീതജ്ഞ അരുന്ധതി. ആ ഓ മനസ്സിലായി മനസ്സിലായി, പറയൂ മാം. അല്ല, അന്ന് പെണ്ണ് കാണാൻ വന്നിട്ട് വിസ്മയെ കണ്ടിട്ടങ്ങ് തിരിച്ചുപോയല്ലോ. പിന്നീടൊന്നും പറഞ്ഞില്ല. ഓ സോറി മാം, പിന്നീട് അങ്ങോട്ട് എനിക്ക് വല്ലാത്ത തിരക്കായിപ്പോയി, അതാ പിന്നെ വിളിക്കാത്തെ. മോന്റെ ഒരു മറുപടി ഇല്ലാതിരുന്നോണ്ടാ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചത്. അപ്പോ നമുക്കിപ്പോ എന്താ ചെയ്യാ? ഞങ്ങൾക്ക് ഈ കല്യാണം നടത്തുന്നതിന് 100% സന്തോഷേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്കങ്ങ് പ്രൊസീഡ് ചെയ്താലോ?
സന്തോഷം മോനെ, സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ വേറൊരു കാര്യം കൂടി ആലോചിക്കായിരുന്നു. എന്താ മോനെ? ഞാൻ പുതിയൊരു ആൽബത്തിൽ പാടാൻ പോവാ. ആ, അപ്പോ എന്റെ കൂടെ വിസ്മയ്ക്ക് പാടാൻ പറ്റുമോ? പാടാനോ? ആ. എന്താ, എന്റെ കൂടെ പാടാൻ പറ്റില്ലേ? പിന്നെന്താ, മോള് പാട്ടുകാരിയാണല്ലോ, പാടണമല്ലോ. അവള് പാടും. ആൽബത്തില് അവള് പാടിയിരിക്കും. ഓ, നീ പെടാപ്പാട് പെടൂ എന്റെ മോളെ. എന്നാ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. പാട്ട് ഇപ്പൊ തന്നെ ഞാൻ അയച്ചു തരും, പഠിച്ചോളാൻ പറഞ്ഞോളൂ. ശരി മോനെ. ഓക്കെ, ശരി ശരി, നമുക്ക് നോക്കാം. കല്യാണത്തിന് മുമ്പേ പുലിവാലാണല്ലോ. നീ പാടണമെന്ന്. എന്റെ ദൈവമേ, മമ്മി എന്ത് ചെയ്യും? കല്യാണത്തിന് മുമ്പ് ശ്യാമയെ വരട്ടി പാടിപ്പിക്കാം. പക്ഷെ കല്യാണം കഴിഞ്ഞ എന്തു ചെയ്യും? കല്യാണം കഴിഞ്ഞ് ഞാൻ വിവേകിന്റെ മുന്നിൽ നല്ലൊരു ഉഗ്രൻ പ്രതിജ്ഞ എടുക്കും. എന്ത് പ്രതിജ്ഞ? ജീവിതത്തിൽ ഇനി ഒരിക്കലും പാടില്ല എന്നൊരു പ്രതിജ്ഞ. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്താ മമ്മി? നീ എന്റെ മോള് തന്നെ. ഓ, യാതൊരു സംശയവുമില്ല. അയ്യോ, വിൺമയിലേ വിൺമഴയേ വന്മഴയേ എന്നിതിലേ വരുന്നിതാ. അയ്യോ, എന്റെ കൃഷ്ണ, അരുന്ധതി മാഡം ആണല്ലോ. എന്തിനാണാവോ ഈ നേരത്ത്? ഹലോ മാഡം. എന്താടി ഫോൺ എടുക്കാൻ ഇത്ര ലാഗ്? ഒന്നുമില്ല മാഡം, ഞാൻ മുറിക്ക് പുറത്തായിരുന്നു. അല്ലെങ്കിലും ഇപ്പൊ അങ്ങനെയാണല്ലോ, ഫോൺ എടുക്കാൻ വലിയ താമസോ. ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാ. നീ ഒരിക്കൽ പാടി കൊളവാക്കി എന്റെ മോളുടെ കല്യാണാലോചന തകർത്തതാ. അത് നീ മറന്നിട്ടില്ലല്ലോ. സോറി മാഡം, അത് അന്നത്തെ സാഹചര്യത്തില്. അതൊക്കെ പോട്ടെ, ഞാൻ ക്ഷമിച്ചു. പക്ഷെ ആ വലിയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഇപ്പോ ഒരവസരം നിനക്ക് വന്നിട്ടുണ്ട്. എന്റെ വിസ്മയുടെ ഭാഗ്യവും കഴിവും കൊണ്ട് ആ കല്യാണാലോചന വീണ്ടും തിരിച്ചു വന്നു. അതിന്റെ മുന്നോടിയായിട്ട് അടുത്ത ആഴ്ച വിവേകിന്റെ ഒരു ആൽബം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുകയാ വിസ്മയുടെ വോയിസിൽ. മാഡം, നീ സ്റ്റുഡിയോയിൽ വന്ന് പാടണം. മാഡം, എന്റെ ഈ അവസ്ഥയില്. നിന്റെ അവസ്ഥയും സാഹചര്യവും ഒക്കെ എടുത്ത് വേറെ എവിടെങ്കിലും കൊണ്ടുവയ്ക്ക്. സ്റ്റുഡിയോ ഏതാണെന്നും മറ്റ് ഡീറ്റെയിൽസും ഞാൻ പുറകെ പറയാം. മാഡം, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നതങ്ങ് അനുസരിച്ചാ മതി. അയ്യോ, ഒരു പാട്ട് ഞാനിപ്പോ അങ്ങോട്ട് മെസ്സേജ് ചെയ്തു തരും. നീ അത് പാടി പ്രാക്ടീസ് ചെയ്ത് വെക്കണം. റെക്കോർഡിങ്ങിന് എങ്ങാനും വന്ന് ബബ്ബ അടിച്ചാ നിന്റെ ചെവിക്കല്ല് ഞാൻ അടിച്ച് തകർക്കും.
പറഞ്ഞു കേട്ടോ, റെക്കോർഡിംഗ് ഡേറ്റ് അറിയിക്കുമ്പോ കൃത്യമായിട്ട് വന്നേക്കണം. എന്തെങ്കിലും തരികിട കാണിച്ച് ഇനിയും എന്റെ മകളുടെ കല്യാണം തകർക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ പിന്നെ നീയും നിന്റെ കുടുംബം ഉണ്ടാവില്ല. മനസ്സിലായോ നിനക്ക്? എന്റെ ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും? മോള് വിഷമിക്കണ്ട. ശ്യാമയെ ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ഞാൻ സ്റ്റുഡിയോയിൽ എത്തിക്കും. പെണ്ണ് കാണൽ ചടങ്ങിൽ നമുക്ക് സംഭവിച്ച പാളിച്ച ആവർത്തിക്കാതിരുന്നാൽ വിവേകിന് നിന്നോടുള്ള ഇഷ്ടം കൂടും. മമ്മി, വിവേകിനൊപ്പം ഞാൻ എങ്ങനെ നിന്ന് പാടും? അടുത്ത് നിന്ന് പാടുമ്പോ ഞാനല്ല പാടുന്നതെന്ന് മനസ്സിലാവില്ലേ? അതിന് നീ അടുത്തു നിന്നല്ലല്ലോ പാടാൻ പോകുന്നത്. ഇത് സ്റ്റേജ് അല്ല, റെക്കോർഡിംഗ് സ്റ്റുഡിയോയാ. അവിടെ നിന്റെ ട്രാക്ക് മാത്രം ഒരു സമയം എടുക്കുന്നതിനുള്ള മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. മോള് ധൈര്യമായിട്ടിരിക്കേ, മമ്മിയില്ലേ കൂടെ? Da